ഹലോ മുത്തുമണീസ് മക്കളെ, നിങ്ങൾ തമ്പിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യ ബാച്ച് ഇത് അവസാനിക്കാൻ പോവാണ് കേട്ടോ. ലക്ഷ്യ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നിർത്താൻ പോവാണ്. നമ്മൾ ഏപ്രിൽ 28 മുതൽ സ്റ്റാർട്ട് ചെയ്താണല്ലേ. ഒരുപാട് പ്രതീക്ഷയും ഒരുപാട് എന്താണ് ആ ഫുൾ A+ വാങ്ങണം അല്ലേ. ആ ഫുൾ A+ വാങ്ങണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മുടെ ലക്ഷ്യ ബാച്ച് തുടങ്ങിയിട്ട് എന്തായി, ഏപ്രിൽ 28 തുടങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ജൂണിൽ വന്ന് നിൽക്കുക. ഓക്കെ, ഇനിയും ഒരു ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം പറ്റിക്കൊള്ളണമെന്നില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ അവസാന ഘട്ട ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ എന്ത് ചെയ്യും, അത് സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി ജോയിൻ ചെയ്യാൻ വന്ന്, കാരണം സമയം കഴിഞ്ഞു. ഇനി നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് കിട്ടുന്ന ചാൻസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, അതാണ് മീൻ ചെയ്യണം അല്ലേ. അതായത് നമ്മൾ ഒരുപാട് ഇപ്പോൾ വഴുകി കഴിഞ്ഞു. ഇനി ഇപ്പം നോക്കിയാൽ നമുക്ക് അവരപ്പം എത്താൻ പറ്റും. പക്ഷെ ഇനി വഴുകി കഴിഞ്ഞാൽ മക്കളെ, നമ്മുടെ ലൈഫ് ഒന്നല്ലേ ഉള്ളൂ. നമുക്ക് 10ാം ക്ലാസ്സും നമ്മുടെ അക്കാദമിക്സിൽ എന്തൊക്കെ നമ്മൾ ചെയ്താലും അത് നമുക്ക് ഒരു പ്രാവശ്യം മാത്രമേ കിട്ടൂ. +2 കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രാവശ്യം +2 കിട്ടുള്ളൂ. 10ാം ക്ലാസ് ആയാലും ഒറ്റ പ്രാവശ്യം 10ാം ക്ലാസ് ഉണ്ടാവുള്ളൂ മക്കളെ. അതെങ്ങനെയാണെന്ന് തീരുമാനിക്കേണ്ടത് ഇപ്പം നിങ്ങളെ ഉള്ളിലുള്ള മെച്യൂരിറ്റിയാണ് അല്ലേ. ഒരു മെച്യൂരിറ്റി ഉണ്ട്, നമുക്ക് പഠിക്കാനുള്ളൊരു ആഗ്രഹം. അത് ചിലവർ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു തിരിച്ചറിവ് നമുക്ക് വരും, പഠിച്ചാൽ മതിയായിരുന്നു എന്ന്. അതെപ്പോൾ വരുന്നു എന്നുള്ളതിലാണ് കാര്യം. ചിലവർക്ക് അത് മുന്നേ വരും, അവരാണ് പഠിച്ച് അതിൻ്റെ എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ചിലവർക്ക് അത് കുറേ കഴിഞ്ഞിട്ട് വരും, അവരാണ് പറയുക മുന്നേ പഠിച്ചിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ മക്കളെ വിട്ടുകളയരുത്. നമ്മുടെ ലൈഫാണ്. നമുക്ക് നല്ലൊരു പോസ്റ്റിലെത്തണം, നല്ലൊരു ശമ്പളമുള്ള നല്ലൊരു അടിപൊളി ജോലി, നമ്മൾ ആഗ്രഹിച്ച ജോലി, ശമ്പളം എന്നൊന്നും ഞാൻ പറയുന്നില്ല, നല്ലൊരു ആഗ്രഹിച്ച ജോലി നമുക്ക് വേണം. അതിനു വേണ്ടിയുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് നല്ല രീതിയിൽ വെക്കുക. ഇനിയും ജോയിൻ ചെയ്യാനുള്ളവർ എന്ത് ചെയ്യുക, പെട്ടെന്ന് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, ജോയിൻ ചെയ്യുക. കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിഷൻ നിൽക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ഓരോരോ സ്പോട്ടുകളൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ റോഡ് മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മളിപ്പോൾ ഫസ്റ്റ് സ്റ്റോപ്പിലേക്ക് ഏകദേശം എത്താനായിട്ടുണ്ട്. നമ്മുടെ മോണം എക്സാം എന്ന് പറയുന്ന ആ ഒരു സ്റ്റോപ്പിലേക്ക് ബസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാന സ്റ്റോപ്പിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ ഫസ്റ്റ് സ്റ്റോപ്പിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും നിങ്ങൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇനി പഠിച്ചു തുടങ്ങിയാൽ കിട്ടും. അതിനൊക്കെ എന്താണ്, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ തുടങ്ങിയാൽ, ഈ ഒരു നിമിഷം മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മക്കളെ നിങ്ങൾക്ക് അടിച്ചെടുക്കാവുന്നുള്ളൂ. നാളെ ഞാൻ വന്നിട്ട് ഇത് പറയില്ല. ഓക്കെ, അപ്പോൾ സെറ്റ്. നമ്മൾ ഓൾറെഡി ബാച്ചിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. ബാച്ചിൽ ഇത്രയും ചാപ്റ്റേഴ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ജോയിൻ ചെയ്യുന്നവർക്ക് ഇതിൻ്റെ റെക്കോർഡ് കഴിഞ്ഞ് എത്തുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള എങ്ങനെയൊക്കെ എത്തണം, എങ്ങനെയൊക്കെ ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞത് ഓറിയൻറ്റേഷനിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ആ ഓറിയൻറ്റേഷൻ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. എങ്ങനെയാണ് പുതിയതായിട്ട് ചേർന്ന കുട്ടികളൊക്കെ അത് കണ്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അതിൽ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അത് കണ്ടിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ കഴിഞ്ഞ ചാപ്റ്ററൊക്കെ പഠിച്ചു തീർക്കാൻ. ഓക്കെ ആണല്ലോ മുത്തുമണീസേ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, ജൂൺ 23 ആകുമ്പോഴേക്കും നിങ്ങൾ മുന്നേ തുടങ്ങിയവരൊപ്പം എത്തും. ഓക്കെ, മുന്നേ തുടങ്ങിയവരൊപ്പം എത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സമയം എന്തായിരിക്കും, അവരൊപ്പം എത്തണമെങ്കിൽ നല്ല റഷ് ഉണ്ടാവും. കാരണം അവർ മുന്നേ തുടങ്ങിയവരാ, അവർ പതുക്കെ തുടങ്ങി വന്നവരാ. പക്ഷെ നമ്മളങ്ങനെയല്ല, നമ്മൾ റഷായിട്ട് എത്തേണ്ടി വരും. ഇത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവരൊപ്പം പോവാം. ഇതുവരെ നിങ്ങൾ കുറച്ച് റഷാക്കേണ്ടി വരും. ഓക്കെ, വീണ്ടും പറയുന്നു, സമയം നമുക്ക് വേണ്ടി കാത്തിരിക്കില്ല മക്കളെ. സമയം എങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ ആ സമയത്തിൻ്റെ ഒപ്പം ഒരു ഓട്ടോറിക്ഷ എടുത്ത് അങ്ങോട്ട് കൂടണം. എന്നാലും നമ്മുടെ ആഗ്രഹങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മൾ വീഴും മക്കളെ. ആ വീണോർത്തുനിന്ന് എഴുന്നേറ്റ് നിന്ന് ഓടുക, അത്രേ ഉള്ളൂ. നമ്മളൊരു ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ ഓടിക്കൊണ്ടിരിക്കണം. ഓക്കെ, അതിൻ്റെ ഇടയിലുള്ള ചില സന്തോഷങ്ങളൊക്കെ നമ്മൾ സന്തോഷിക്കുക, എൻജോയ് ചെയ്യുക. അല്ലാതെ എൻജോയ്മെൻ്റ് ഒന്നും വേണ്ട. ഞാൻ ഈ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണില്ല, ആ വീടിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് പഠിക്കുകയാണ്, അങ്ങനെയൊന്നല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, എൻജോയ് ചെയ്യേണ്ട സമയം മാക്സിമം എൻജോയ് ചെയ്യുക, പഠിക്കേണ്ട സമയം മാക്സിമം പഠിക്കുക. രണ്ടും എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് പഠനം ഉപേക്ഷിക്കരുത്, പഠനത്തിന് വേണ്ടിയിട്ട് എൻജോയ്മെൻറ്റ് ഉപേക്ഷിക്കരുത്. രണ്ടും അതിൻ്റെ ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോഴേ ലൈഫ് അടിപൊളിയാവുള്ളൂ. പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാവിയിലേക്കുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസൻറ്റ് അല്ലേ, നമ്മളങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്നു. പക്ഷേ ഇപ്പോൾ പഠിക്കുന്ന എന്തിനാ, ഭാവിയിൽ അതുപോലെ തന്നെ എൻജോയ് ചെയ്യണമെന്നുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. കുറച്ച് കഴിയുമ്പോൾ ഈ സന്തോഷമൊന്നും ഉണ്ടാവില്ല മക്കളെ. നമ്മുടെ വീട്ടിലുള്ള പല സുഹൃത്തുക്കളും, അതായത് അച്ഛനമ്മമാരായാലും പാരൻസ് ആയാലും കസിൻസ് ആയാലും അയൽവാസികൾ ആരായാലും നമ്മൾ ശത്രുക്കളായിട്ട് മാറുന്നൊരു ദിവസം ഉണ്ടാവും, നമ്മൾ പ്രോപ്പറായിട്ട് പോയിട്ടില്ലെങ്കിൽ. അതൊരുപാട് അനുഭവിച്ചതുകൊണ്ടും അത് കണ്ടതുകൊണ്ടും പറയുകയാണ് മക്കളെ, ഇപ്പം നിങ്ങളെ മുന്നിൽ സമയമുണ്ട്. ഇന്ന് മുതൽ നിങ്ങൾ തുടങ്ങാൻ തയ്യാറായി കഴിഞ്ഞാൽ, 10ാം ക്ലാസ് മാത്രമല്ലേ, നിങ്ങളുടെ ലൈഫിലേക്കുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ തുടങ്ങാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ആരുടെ മുന്നിലും തല കുനിക്കേണ്ടി വരില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. നമ്മുടെ ബാച്ചിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഇനിയും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അടിപൊളിയായിട്ടുള്ള
ടീച്ചേഴ്സ് അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് തരുന്നത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആയാലും എന്തായാലും ഉള്ള തട്ടി പറയുകയാണ് മക്കളെ. ഇനി സമയമില്ല. ജോയിൻ ചെയ്യാത്തവർ പെട്ടെന്ന് ജോയിൻ ചെയ്യുക, പഠിച്ചു തുടങ്ങാത്തവർ പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. ഓക്കെ, അടുത്ത വർഷം എനിക്കിതുപോലെ നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് പറയണം അല്ലേ, ഈ ചുണക്കുട്ടികളെ പോലെ, ഒരേ ബാച്ചിലെ ചുണക്കുട്ടികളെ പോലെ നിങ്ങളെ ഫോട്ടോ വെച്ച് പറയാൻ എനിക്ക് എന്ത് വേണം, കഴിയണം. കഴിവിന് അത് വേണമെന്ന് കരുതിയിട്ടെങ്കിലും മക്കളെ, എൻ്റെ മുത്തുമണികളെ, എൻ്റെ അനിയൻ അനിയത്തിമാരെ പഠിച്ചു തുടങ്ങടാ. നമ്മളുണ്ട് കൂടെ കേട്ടോ. നിങ്ങൾ ഒറ്റയ്ക്കല്ല. എക്സാം എഴുതുന്നതിൻ്റെ തൊട്ട് മുന്നേ വരുന്നുണ്ടായിരിക്കും, ഞങ്ങളും ഉണ്ടായിരിക്കും കൂടെ. ഉണ്ടാവില്ലടാ? തുടങ്ങല്ലേ? അപ്പോൾ നമ്മൾ തുടങ്ങടാ, അടിപൊളിയായിട്ട് തുടങ്ങ്, നമ്മളുണ്ട് കൂടെ. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ഒരു കാര്യം കൂടി പറയാനുള്ളത് നമ്മുടെ ചാലഞ്ചിൻ്റെ കാര്യമാണ്. നമ്മുടെ 7 days ചാലഞ്ചിൻ്റെ കാര്യം. അത് ഇനി ഞാൻ കുറച്ച് ഹോസ്പിറ്റലൊക്കെ ആയതുകൊണ്ട്, അഡ്മിറ്റൊക്കെ ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ എക്സാം നടത്തുന്നില്ല. അടുത്ത മൺഡേ രണ്ടും പാട് ഒരുമിച്ച് നടത്താം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുത്ത മൺഡേ വരെ പഠിക്കുക. ഒരു ചാപ്റ്റർ കൂടി ഞാൻ തരികയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു SS സോഷ്യൽ സയൻസിലെ 2 ചാപ്റ്റർ, ഹ്യൂമനിസവും അതുപോലെ തന്നെ വെതർ ആൻഡ് ക്ലൈമറ്റും എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ ഓൾറെഡി ഉള്ളത്. ഇപ്പോൾ എക്സാം നടത്തേണ്ടതായിരുന്നു, പക്ഷെ അത് നടത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഈ ലെൻസസും കൂടി പഠിക്കാം. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ലെൻസസും കൂടി പഠിച്ചിട്ട് 3 ചാപ്റ്റേഴ്സ് നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്യും, ഈ വരുന്ന മൺഡേ എക്സാം നടത്തും. ഓക്കെ, ചിലൊരു ഹെൽത്ത് ഇഷ്യൂ വന്നു, കുറച്ചെല്ലാം അഡ്മിറ്റ് ആയിരുന്നു, ചിലവരെ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നടത്താൻ പറ്റാഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഇനി അങ്ങനെ ഒരു ഇതുണ്ടാവില്ല. നിങ്ങൾ എന്ത് ചെയ്യാം, എക്സാം നമുക്ക് തിങ്കളാഴ്ച ഒരുമിച്ച് അങ്ങോട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ചാലഞ്ച് പോണവർ അത് വേറെ വഴിക്ക് അങ്ങനെ പോണേ. ഇത് ഞാൻ മറ്റൊന്നുമായിട്ട് കൂട്ടിക്കലർത്തുന്നില്ല. ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോണവർ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോരാ. ഓക്കെ, മാക്സിമം അത് ഷെയർ ചെയ്യുകയും ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഈ ചാലഞ്ചിൻ്റെ വീഡിയോസ് 1 ഉം 2 ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് പ്ലേ ലിസ്റ്റിൽ ഇടാം. പ്ലേ ലിസ്റ്റിൽ 1, 2, 3 എന്ന് പറഞ്ഞിടാം, അതും കാണാം. ഓക്കെ മക്കളെ, നമ്മൾ അടിച്ചെടുക്കും. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒരുമിച്ചാണ്. നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട, നമ്മളുണ്ട് കൂടെ കേട്ടോ. നിങ്ങൾ ഒറ്റയ്ക്കല്ല മക്കളെ. എക്സാം എഴുതുന്നതിന് തൊട്ട് മുന്നേ വരെ നമ്മളുണ്ടാവും ഹെൽപ്പ് ചെയ്യാൻ. ഓക്കെ, എക്സാം ബുദ്ധിമുട്ടായാൽ നമ്മൾ ഒരുമിച്ച് സങ്കടപ്പെടും. എക്സാം ഈസി ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് സന്തോഷിക്കും. ഓക്കെ, രണ്ടാമത് പറഞ്ഞ് നടക്കട്ടെ. ഓക്കെ, അപ്പോൾ വീണ്ടും കാണുമായിരിക്കും. ബൈ ബൈ.